എങ്ങനെയാണ് 7 സെന്റായിട്ട് ചുരുങ്ങിയിട്ടുള്ളത്? ആരോട് ചോദിച്ചിട്ടാണ് നിഷ്കരിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് 6000 രൂപ വാടക നിശ്ചയിച്ചത്? എങ്ങനെയാണ് 300 രൂപ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ആരുടെയും ഈ കഴിഞ്ഞ കാലങ്ങളിൽ വരെ ഒരു സമരത്തിനോടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഭാരതീയ ജനതാ പാർട്ടി. കാരണം സംസ്ഥാന സർക്കാരിന് ചില തീരുമാനങ്ങൾ ഉണ്ടാകാം, അത് ചിലപ്പോൾ വൈകുന്നതിന് ഒരുപാട് കാലതാമസങ്ങൾ ഉണ്ടാകുന്നതിന് ചില കാരണങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ പ്രത്യക്ഷമായിട്ടുള്ള സമരത്തിനും സപ്പോർട്ട് ചെയ്യാത്തതും പ്രത്യക്ഷമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരം ഏറ്റെടുക്കാതിരുന്നതും. പക്ഷേ 7-8 മാസമായിട്ടും ഒരു ലിസ്റ്റ് പോലും സമ്പൂർണ്ണമല്ല. വെറുതെ ഇങ്ങനെ എല്ലാ കാലത്തും ജനങ്ങളുടെ ഒരു പുകമറയ്ക്കുള്ളിൽ നിർത്തിക്കൊണ്ട് കേന്ദ്രത്തിനെതിരെ കുറ്റം പറയുന്ന ഒരു സാഹചര്യം. ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരാണ്. ഞാൻ ഇവിടെ വന്ന് വലിയ വായിൽ പ്രസംഗിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. കേന്ദ്രത്തിന്റെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കണം, ഒരു സംശയവുമില്ല. പിന്തുണ ലഭിക്കണം. ആദ്യം ലിസ്റ്റ് വേണ്ടേ? ആരൊക്കെ പിന്തുണയ്ക്കണമെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണ്ടേ? ആ ലിസ്റ്റ് പ്രകാരമല്ലേ പിന്തുണയ്ക്കേണ്ടത്? നിങ്ങൾക്ക് എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് ഒരു ലിസ്റ്റ് പ്രകാരമല്ലേ? നിങ്ങളുടെ ഭൂമി എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞാലല്ലേ ഭൂമിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ? എത്ര ആളുകൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട് എന്നുള്ളതിന്റെ ലിസ്റ്റ് വന്നാലല്ലേ വിദ്യാഭ്യാസത്തിന് സഹായം കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ? ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റ്, ഒരു പട്ടിക ഇന്ന് വരെ കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ നോ ഗോ സോണും ഗോ സോണും ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ഗോ സോണും നോ ഗോ സോണും ഉണ്ടാക്കിയത്? ഞങ്ങൾക്കാർക്കും അറിയില്ല, ഞങ്ങളോട് ആരോടും ചോദിച്ചിട്ടില്ല. ബഹുമാന്യനായിട്ടുള്ള കൺവീനർ ഷാജിമോൻ ചൂരൽമല അടക്കമെന്ന് പറഞ്ഞിരുന്നു, ഇത് ഞങ്ങൾ അനുവദിക്കില്ല. നോ ഗോ സോൺ ഉണ്ടാക്കിയാൽ, ഗോ സോൺ ഉണ്ടാക്കിയാൽ ആ കുറ്റിയടക്കം പറിച്ചു മാറ്റുമെന്ന് അന്ന് തന്നെ ആ മത്തായി കമ്മീഷൻ അവിടെ വന്നപ്പോൾ അദ്ദേഹം അടക്കമുള്ള ആക്ഷൻ കമ്മിറ്റിക്കാർ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനെ അന്നും ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ ആളുകളെ കൂട്ടിയോജിപ്പിക്കാതെ, ആളുകളോട് ചോദിക്കാതെ എങ്ങനെയാണ് ഗോ സോണും നോ ഗോ സോണും ഉണ്ടാക്കിയത്? ഇത് കേന്ദ്രത്തിന്റെ കുഴപ്പമാണോ? ഇവിടെ ലിസ്റ്റ് ഉണ്ടാക്കാത്തത് കേന്ദ്രത്തിന്റെ കുഴപ്പമാണോ? വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ കാർഷിക മേഖലയിലുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കാത്തത് കേന്ദ്രത്തിന്റെ കുഴപ്പമാണോ? കേന്ദ്രം കൊടുക്കാൻ തയ്യാറായാലും, ഇപ്പോൾ ചോദിക്കട്ടെ, 2000 കോടിയല്ലേ കേന്ദ്രത്തോട് ചോദിച്ചത്? ആ 2000 കോടി അന്ന് ചോദിച്ചപ്പോൾ എൽസൺ എസ്റ്റേറ്റും നെടുമ്പാല എസ്റ്റേറ്റും ഉണ്ടായിരുന്നല്ലോ. അന്ന് 2000 കോടി കൊടുത്തിരുന്നെങ്കിൽ എൽസൺ എസ്റ്റേറ്റും നെടുമ്പാല എസ്റ്റേറ്റും ഏറ്റെടുക്കുമായിരുന്നോ? എസ്റ്റേറ്റിന് പൈസ കൊടുക്കാനില്ലാഞ്ഞിട്ടല്ലല്ലോ കേന്ദ്രത്തിനോട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എസ്റ്റേറ്റിന് എത്ര വേണമെങ്കിലും പൈസ കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ലേ? പിന്നെ എങ്ങനെയാണ് നെടുമ്പാല എസ്റ്റേറ്റ് പോയത് എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. സ്വാഭാവികമായിട്ടും എൽസൺ എസ്റ്റേറ്റിനെക്കാട്ടും എളുപ്പം നിങ്ങളെ സംബന്ധിച്ച് നെടുമ്പാല എസ്റ്റേറ്റ് ആണ്. എന്തുകൊണ്ടാണ് ആദ്യം നെടുമ്പാല എസ്റ്റേറ്റ് പരിഗണിക്കാതിരുന്നത്? മേപ്പാടിയിൽ തന്നെ ഉണ്ടായിരുന്ന നെടുമ്പാല എസ്റ്റേറ്റ് അല്ലേ? അപ്പൊ ഞാൻ ഉന്നയിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും സർക്കാരിനെതിരെ മാത്രം സംസാരിക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. അത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ന്യായമാണ്. കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കും. ഇപ്പോൾ 529 കോടി കൊടുത്തിട്ടുണ്ട്. 529 കോടിയിൽ 16 ഇനം മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തിനാണ് മാനദണ്ഡങ്ങൾ? എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ റോഡുകൾ നന്നാക്കണം, പാലങ്ങൾ നന്നാക്കണം, സ്കൂൾ പണിയണം, 110 kV ലൈൻ പണിയണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മൾക്കുള്ളത് തന്നെയാണ്. ഈ വലിയ വലിയ സംവിധാനങ്ങൾ വരുന്നത് മുഴുവൻ നമ്മൾക്ക് അനുകൂലമായിട്ടാണ്. എന്ത് ചോദിച്ചാലും കൊടുക്കുന്നതാണ് കേന്ദ്ര സർക്കാർ. ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാകണം, അവിടെ ലിസ്റ്റുകൾ ഉണ്ടാകണം. 2000 കോടി കൊടുത്താൽ അത് എത്ര ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയണം, ജനങ്ങൾക്ക് കിട്ടുമോ എന്ന് പറയണം. സംസ്ഥാന സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാർ ഇതുവരെ ആ പണം കൊടുക്കാതിരിക്കുന്നത്. നിങ്ങളോട് ബഹുമാന്യനായിട്ടുള്ള ഇതിന്റെ ദുരന്തബാധിതരോട് എനിക്ക് പറയാനുള്ളത്, കേന്ദ്ര സർക്കാർ കൊടുക്കും. കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ എല്ലാവരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ലിസ്റ്റ് ആദ്യം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വെക്കണമെന്നുള്ളത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.